ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റിനെ പറ്റി പറയുവാനാണ്. ഈ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഇത് 4 വർഷത്തേക്കുള്ളതാണ്. 25,000 പോസ്റ്റോളമുണ്ട്. അപ്പം അഗ്നിവീറിന്റെ നമ്മുടെ തിരുവനന്തപുരം കൽക്കട്ടയിലെ ആർഒയുടെ അണ്ടറിലും ഇതിന്റെ ഇതുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാര്യം കേരളത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ടെസ്റ്റുകാരുടെ എക്സാം ഉണ്ടെങ്കിൽ എക്സാമും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. അപ്പം ഇന്ത്യൻ ആർമി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി ആർമി അഗ്നിവീർ ഭർത്തി 2025. ഓർഗനൈസേഷൻ ഇന്ത്യൻ ആർമി. പോസ്റ്റ് നെയിം അഗ്നിവീർ. ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 25,000 പോസ്റ്റ് ഉണ്ട്. അപ്ലൈ മോഡ് ഓൺലൈനാണ്. യു ക്യാൻ അപ്ലൈ. ഇന്ത്യയിലുള്ള നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇവിടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യുവാൻ പറ്റും. ഇന്ത്യൻ ആർമി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് 2025 സാലറി, അതായത് ഇത് ഒരു അപ്രോക്സിമേറ്റ് സാലറി 30,000 അപ്രോക്സിമേറ്റ് സാലറിയാണ്. പോസ്റ്റിന്റെ അനുസരിച്ച് പല പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റിന്റെ അനുസരിച്ച് കുറഞ്ഞും കൂടിയിരിക്കും. ആർമി അഗ്നിപത്ത് സ്കീം 20, 25, 26 ഏജ് ലിമിറ്റ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന മിനിമം ഏജ് 17.5 ഇയർ ആണ്. അത് കണക്ക് തന്നെ മാക്സിമം ഏജ് 27 ഇയർ ആണ്. ഏജ് ലിമിറ്റ് ഫോർ അഗ്നിവീർ GD ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രേഡ്സ്മാൻ, ഈ ഒരു കാര്യത്തിൽ 17.5 to 21 ഇയർ ആയിരിക്കണം. ഫോർ സോൾജർ ടെക്നിക്കൽ ഇതിന് 17.5 to 23 ആയിരിക്കണം. അത് കണക്ക് തന്നെ ഫോർ സ്പെസിഫിക് ഫാർമ 19 തൊട്ട് 25 വരെ ഇയർ ആയിരിക്കണം. ഫോർ ജേസിക്കോ റിലീജിയസ് ടീച്ചർ 27 തൊട്ട് 34 ഇയർ ആയിരിക്കണം. അത് കണക്ക് തന്നെ JCO കാറ്ററിംഗ് 21 തൊട്ട് 27 വർഷം വരെ 1 ഒക്ടോബർ 25 അവർക്ക് ഉണ്ടായിരിക്കണം. കബീൽദാർ 20-25 വയസ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ഇതിനകത്തുണ്ട്. അത് കണക്ക് തന്നെ SC STക്ക് ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ഇതിന്റെ ഒരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBCക്ക് 250 അത് കണക്ക് തന്നെ SC ST PWDക്ക് 250. ഇതിലൊരു കൺസിഡറേഷൻ ഫീസിന്റെ കാര്യത്തിൽ വരുന്നത്, അതായത് ഇത് ഫീസ് മോഡ് 250 രൂപ ഓൺലൈൻ വഴി ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് അതർ മോഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി സെലക്ഷൻ കോഴ്സസ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. റിട്ടേൺ എക്സാം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം. കാര്യം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടി ഇത് കണക്കുള്ള നല്ല നല്ല വേക്കൻസികൾ, അതായത് ദുബായ് വേക്കൻസി, ലുലു മാൾ, അബുദാബിയുടെ വേക്കൻസി, അങ്ങനെയുള്ള പല വേക്കൻസികളും, റെയിൽവേയുടെ വേക്കൻസി, ഗവൺമെന്റ് വേക്കൻസി, പ്രൈവറ്റ് സെക്ടറിന്റെ വേക്കൻസി, അങ്ങനെ ഓരോ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ കിട്ടുവാൻ. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, പല പോസ്റ്റിന് നമ്മൾ പല കമ്പനികളിൽ ചെയ്ത്, അങ്ങനെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പ്രാവശ്യം ഒരു ലക്ക് നമ്മുടെ തെളിയുന്നത്. അതുകൊണ്ട് ആരും വിട്ടുകളയാതിരിക്കുക. ഏത് സമയത്താണ് നമ്മുടെ സമയം തെളിയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കുക. അത് കണക്ക് തന്നെ 10th പാസ്സായവർക്ക്, 12th പാസ്സായവർക്ക്, അതുകൂടാതെ ഗ്രാജുവേറ്റ് പാസ്സായവർക്ക് ഇതിനകത്ത് 8th, 10th, 12th ഗ്രാജുവേറ്റ്, ഈ ഒരു കാറ്റഗറി വരുന്നവർക്കെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ഫ്രം സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12 മാർച്ച് തൊട്ട് ഇത് തുടങ്ങി. അത് കണക്ക് തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 10 ഏപ്രിൽ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. എക്സാം ഡേറ്റ് ജൂണിലാണ്. അത് ടെന്റേറ്റീവ് ആണ്, ഇതുവരെ ഡിക്ലെയർ ആയിട്ടില്ല.
അപ്പൊ ഞാനിവിടെ ഈ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ആണ് ഇത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ത്യയിലല്ല, ഞാൻ അയർലൻഡിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഒരു നെറ്റല്ല, ഇവിടെ വൈഫൈ വേറെയാ. അതുകൊണ്ട് ഈ ഒരു അവരുടെ അപ്ലൈ ലിങ്ക് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല. കാര്യം അപ്ലൈ ലിങ്ക് എനിക്ക് ഇത് കിട്ടുന്നില്ല, അപ്ലൈ ലിങ്ക്. അപ്പം അതിന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പോയി നിങ്ങൾ നോക്കണം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷനിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ എക്സാം പാറ്റേൺ എന്താണെന്നും, അല്ലെങ്കിൽ കാറ്റഗറി വൈസ് ഉള്ള ഏജ് റിലാക്സേഷൻ എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ത്യയിലല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു ലിങ്ക്, ഇത് ആപ്ലിക്കേഷൻ ലിങ്ക് അക്സസ് ആകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ അഗ്നിവീർ ഈ 2025 അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കമന്റിൽ അപ്ലൈ ലിങ്ക് എന്ന് മാത്രം ഒന്ന് എഴുതിയാൽ മതി. ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്തും നിങ്ങൾക്ക് ആ വീഡിയോ എങ്ങനെ ലിങ്ക് ചെയ്യുന്നെന്നുള്ളതിന്റെ വീഡിയോയും അതിന്റെ കൂട്ടത്തിൽ ഇത് ലിങ്ക് കൊണ്ട്, എന്റെ വീഡിയോ അല്ല, വേറെ ആളുടെ വീഡിയോയാ, പക്ഷെ മലയാളത്തില്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രയാസം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അപ്ലൈ ചെയ്യണമെന്നോ, ലിങ്ക് എവിടാണെന്നോ, അല്ലെങ്കിൽ അപ്ലൈ ലിങ്ക് വേണമെന്നോ ഏതെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് അതിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് എനിക്ക് അക്സസിബിൾ ആയില്ല, അതല്ല എന്നെങ്കിൽ ഞാനത് ഇട്ടേനെ. അപ്പം ഓക്കെ, താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.